നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനു ജനാർദ്ദനൻ. രാമേശ്വരത്തെ ക്ഷേത്ര ദർശനവും പാമ്പൻ പാലവും കണ്ടുകഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പ്രസിദ്ധമായ തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. രാമേശ്വരത്തു നിന്നും തിരുച്ചെന്തൂരിലേക്കുള്ള ഈ യാത്ര ശരിക്കും മനസ്സിനൊരു കുളിർമ നൽകുന്നതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും തമിഴ്നാടിൻ്റെ തനിമ വിളിച്ചോതുന്ന പനമരങ്ങളും ഇടയ്ക്കിടെ ദൃശ്യമാകുന്ന കടൽ തീരവുമൊക്കെ ഈ യാത്രയിലെ അതിമനോഹരമായ കാഴ്ചകളാണ്. നല്ല വൃത്തിയുള്ള റോഡുകൾ, അതുകൊണ്ട് തന്നെ യാത്ര വളരെ രസകരമാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ തിരക്കില്ലാത്ത ഈ പാതയോരങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. നീളമേറിയ പാതകളും ചെറിയ തമിഴ് ഗ്രാമങ്ങളും പിന്നിട്ട് ഞങ്ങൾ മുരുകൻ്റെ സന്നിധിയിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടത്. തോളിൽ പീലിക്കാവിടിയേന്തി കൂട്ടം കൂട്ടമായി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന മുരുക ഭക്തന്മാർ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഇത്. വെയിലിനെ പോലും വകവയ്ക്കാതെ കാലിൽ ചെരുപ്പ് പോലും ഇടാതെ ഭക്തിയോടെ നടന്നു നീങ്ങുന്ന ആ കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തെത്തുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഭക്തിയുടെ മറ്റൊരു തലമാണ് നമുക്ക് നൽകുന്നത്. തിരുച്ചെന്തൂരിലെ ആ അപാരമായ കാഴ്ചകളിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഈ റോഡ് യാത്ര തന്നെ വലിയൊരു അനുഭവമായിരുന്നു. ഇനി ഞങ്ങളെ കാത്തിരിക്കുന്നത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തൂർ ക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിന് അടുത്തെത്താറായി. ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ആ കൂറ്റൻ ഗോപുരങ്ങൾ ദൃശ്യമായി തുടങ്ങി. തമിഴ്നാടിൻ്റെ തനതായ വാസ്തുവിദ്യയിൽ തീർത്ത ആ ഗോപുരങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭക്തിയും ആദരവും തോന്നുന്നു. ക്ഷേത്രത്തിലേക്കുള്ള ഈ വഴികൾ വളരെ കൃത്യമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. വഴിയരികിലെ കാഴ്ചകളും ക്ഷേത്ര ഗോപുരത്തിൻ്റെ ആ ഗാംഭീര്യവുമൊക്കെ സ്ക്രീനിൽ നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തുന്തോറും ആ അന്തരീക്ഷം ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കും. ക്ഷേത്രത്തിനകത്ത് വീഡിയോ എടുക്കാൻ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. എങ്കിലും ദർശനത്തിനായി വരി നിൽക്കുന്ന ഭാഗത്തു നിന്ന് നോക്കിയാൽ കടലിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ്.
തിരമാലകൾ അടിച്ചുയരുന്ന ആ തീരവും ക്ഷേത്രവും ചേർന്നുള്ള കാഴ്ചകൾ വർണ്ണനാതീതമാണ്. പ്രധാന ഭാഗങ്ങളിൽ ക്യാമറ അനുവദിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ആ മനോഹരമായ അന്തരീക്ഷം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആരും കാണാതെ പകർത്തിയ ഒരു ചെറിയ ഷോട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാക്കുകൾക്കും അപ്പുറമാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും. തിരുച്ചെന്തൂർ മുരുകൻ്റെ സന്നിധിയിലെ പുണ്യദർശനം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകിയ ദർശനമായിരുന്നു അത്. ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി തിരുച്ചെന്തൂർ ടൗണിലൂടെ കുറച്ചു ദൂരം കൂടി ഞങ്ങൾ സഞ്ചരിച്ചു. അവിടുത്തെ സജീവമായ തെരുവുകളും കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയുടെ തെക്കേ അറ്റമായ കന്യാകുമാരിയാണ്. കടലുകൾ സംഗമിക്കുന്ന ആ പുണ്യഭൂമിയിലെ വിശേഷങ്ങളും കാഴ്ചകളും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കന്യാകുമാരി യാത്രയുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയി രേഖപ്പെടുത്തുക. ഒപ്പം സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉദയം കാണാൻ നിൽക്കുന്നവരാണോ? അതെ 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 ചങ്ങരകുളത്ത് മൂക്കുതല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ വന്നല്ല, ഇന്ന് ഞങ്ങൾ രാവിലെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. പ്രത്യേകതകൾ എനിക്കറിയില്ലോ, നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇവിടെ ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. അത് ശരി. അതെന്തായാലും നമുക്ക് ഉദയം കണ്ടിട്ട് മടങ്ങാം.